ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നമുക്ക് രാജുവിനെയും കൂടെ കൂട്ടി എല്ലാവർക്കും കൂടി വരണം. പിന്നെ ജീവിതം ഉല്ലസിച്ച് ജീവിക്കണം. നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ വരാം. മേഡത്തിന് എന്താ കുഴപ്പം? അക്കൗണ്ട് ക്യാഷ് അടക്കില്ലേ? ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരിക്കും? രാജു ഇല്ലാത്തപ്പോ രാധമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാഡം അത് പറയാതിരിക്കുന്നല്ലേ? അല്ല രാജു, അമ്മ എനിക്ക് ജീവനാ എന്ന് വെച്ച് അമ്മ കാണിക്കുന്ന എന്തും ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? മോളെ, ഇത് കുടിക്കും മോളെ. അയ്യോ, എനിക്ക് പാലൊന്നും വേണ്ട വല്യമ്മേ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നും കഴിക്കാത്തതല്ലേ. ഇത് കുടിക്കേ. വേണ്ട വല്യമ്മേ. കുടിക്ക്. ഇത് മോളുടെ മുത്തശ്ശി തരുന്നതായിട്ട് കരുതിയാ മതി. ഇതാ കുടിക്കേ. കുടിക്ക്. കുടിക്ക്. കുടിക്കു മോളെ. ഇനി സമാധാനമായിട്ട് രണ്ടുപേരും കിടന്നുറങ്ങ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഇടയിൽ ഇതൊന്നും ഒന്നുമല്ല. പോട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുമ്പം തീരുന്ന പ്രശ്നമേ ഉള്ളു. ഇതാ എന്ത് സ്നേഹമുള്ള വല്യമ്മ അല്ലേ? എന്നൊരു കൊച്ചുമോളെ പോലെ കരുതുന്ന. മയക്കി പാലും പഞ്ചസാര വരെ എത്തി. എന്നിട്ട് കാര്യമായിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. എന്ത് നീ ഉദ്ദേശിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മേ, 10-15 നമുക്ക് കിട്ടിയാ മതിയോ? ലക്ഷങ്ങളാ നമുക്ക് വേണ്ടത്. അല്ല, ഈ കൊട്ടാരം തീരടി മേടിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും കണ്ടില്ല. എടാ, ഇരുന്നിട്ട് വേണം കാല് നീട്ടേണ്ടത്. ഇരിക്കും മുമ്പ് കാല് നീട്ടിയാലേ അലച്ചു തല്ലി താഴെ വീഴും. ഈ എക്സാമ്പിൾ എന്തിനാ ഇപ്പൊ പറഞ്ഞെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എടാ, ഒറ്റയടിക്ക് ഇതെല്ലാം ചോദിച്ചാ തട്ടിപ്പാണെന്ന് ഏത് മണ്ടന് മനസ്സിലാവത്തില്ലയോ? അതുകൊണ്ട് വളച്ച് വളച്ച് ഒടുവില് കൊട്ടാരം. അത് കൊള്ളാം. ആദ്യം സ്നേഹം കൊണ്ട് തുലാഭാരം, അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാവും. പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് നാളെ ഒരു മുന്തിയ ഹോട്ടലിൽ ഇതിനെയും വളച്ചോണ്ട് പോവാം. അവളുടെ ചെലവ് അല്ലാതെ നമ്മുടെ കാശ് വല്ലതും ഉണ്ടാ? അത് ഓക്കെ. എന്തോ കാണിക്കാ? ഇങ്ങോട്ട് വാ. അതൊന്നും എടുക്കല്ലേ. അതെ, നമുക്ക് ഫാമിലി റൂമിലോട്ടിരിക്കാം. അങ്ങോട്ട് നടക്കമ്മേ. കൊള്ളല്ലേ? തളെ കള്ള് ഷാപ്പിൽ കയറി ഡെസ്കയിൽ അടിച്ചിട്ട് സപ്ലയറെ വിളിക്കുന്ന പരിപാടി നമ്മുടെ വേണ്ട. അവർക്ക് വന്നോളൂ. നിനക്ക് കള്ള് ഷാപ്പിൽ കയറിയൊക്കെ നല്ല പരിചയമാണല്ലേ? സാർ, മെനു തരൂ.
എടാ മെനു ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല. തള്ളെ നാളെ കിടത്തല്ലേ. മെനു എന്ന് പറഞ്ഞ ഈ കാർഡാ. പറയാം കേട്ടോ. ഓക്കെ സാർ. അമ്മ ട്രീറ്റ് ചോദിച്ചതിന് മാഡത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, എന്ത് ചോദ്യ ചേട്ടാ ചോദിക്കുന്നേ? എനിക്കും കൂടി വലിയ സന്തോഷമുള്ള കാര്യല്ലേ. പ്രിയേ, ഈ മെനു കാർഡ് നോക്കി അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. എനിക്ക് ചിക്കനും മട്ടനും പൊറോട്ടയും ആദ്യം ഇങ്ങോട്ട് പോരട്ടെ. നോക്ക്. എനിക്ക് ചിക്കൻ എബ്രഹാം കൂടെ വേണം. ചിക്കൻ എബ്രഹാമോ? ചിക്കൻ എബ്രഹാമും ചിക്കൻ ജോൺസൺ ഒന്നും ഇവിടെ ഇല്ല. എടാ ഈ എരിവുള്ളത് അൽഫാം ചിക്കന്റെ കാര്യമായിരിക്കും ചേട്ടാ ഇവര് പറയുന്നത്. അത് തന്നെ. പണിയെടുത്ത കാശിന് മുഴുവൻ ഇതൊക്കെ വാങ്ങി തട്ടേരുന്നല്ലേ? സാർ ആര് പറഞ്ഞു? ഇനി നമുക്ക് രാജുവിനെയും കൂടെ കൂട്ടി എല്ലാവർക്കും കൂടി വരണം. പിന്നെ ജീവിതം ഉല്ലസിച്ച് ജീവിക്കണം. നമുക്ക് ആഴ്ചയിൽ 2 or 3 ദിവസം ഇതുപോലെ വരാം. മേഡത്തിന് എന്താ കുഴപ്പം? അക്കൗണ്ട് ക്യാഷ് കിടക്കേ. ഞാൻ ഈ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒന്നും പോയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടൂറ് പോയാലോ? പോവാം. പിന്നെന്താ പോ. കൊടൈക്കനാലിലെ ഗുണാക്കയുണ്ട്. ഈ ചെകുത്താന്റെ അടുക്കളയെന്ന് സായിപ്പ് പറഞ്ഞിട്ടുള്ള ഗുഹ. നിന്നെ അതിലേക്ക് അങ്ങ് വിട്ടേക്കാം. അതെ, ഫുഡ് വന്നു. അകലെ